എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാജി. 10 വർഷങ്ങൾക്ക് മുൻപ് സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം നൽകണം എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2014 നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇത് പൂർണ്ണമായും പാവപ്പെട്ടവർക്കായി സമർപ്പിക്കപ്പെട്ട സർക്കാരാണ് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും അവരുടെ ജീവിതം വളരെ ലളിതമാക്കുവാനും സഹായിക്കുന്ന നിരവധി പദ്ധതികൾ ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ തുടർച്ചയായി നടപ്പിലാക്കി വരുന്നു. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 4 വിഭാഗങ്ങൾക്കാണ് പ്രത്യേകമായി ശ്രദ്ധ നൽകുന്നത്: യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, പാവപ്പെട്ടവർ. BJP സർക്കാരിന്റെ പദ്ധതികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നേട്ടം കൈവരിച്ചതും ഈ 4 വിഭാഗങ്ങൾ തന്നെയാണ്. പാവപ്പെട്ടവരുടെ ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, കർഷകരുടെ ക്ഷേമം, യുവാക്കൾക്ക് അവസരങ്ങൾ എന്നിവ എല്ലാം തന്നെ ഉറപ്പാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി മോദിജി ഒരു വികസിത ഭാരതത്തിനായിട്ടുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ കീഴിൽ 80 കോടിയിലധികം ആളുകൾക്ക് സൗജന്യമായ റേഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 4 കോടിയിലധികം ആളുകൾക്ക് സ്വന്തമായി വീട്, ജൽജീവൻ മിഷന് കീഴിൽ 14 കോടിയിലധികം വീടുകളിലേക്ക് പൈപ്പിലൂടെയുള്ള ശുദ്ധമായ വെള്ളം, 100% വീടുകളിലും വൈദ്യുതി, പ്രധാനമന്ത്രി സ്വാനിധി യോജനയുടെ കീഴിൽ 53 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് വായ്പാ വിതരണം, 51 കോടിയിലധികം ജൻധൻ അക്കൗണ്ട്, കിസാൻ സമ്മാൻ നിധിയുടെ കീഴിൽ 11.8 കോടിയിലധികം കർഷകർക്ക് 2 ലക്ഷം കോടിയിലധികം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം, 10 കോടിയിലധികം സൗജന്യ LPG കണക്ഷൻ, 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു. ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 55 കോടി ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ. ലോക്സഭയിലും അസംബ്ലിയിലും സ്ത്രീകൾക്ക് 33% സീറ്റ് സംവരണം എന്നിങ്ങനെ നീളുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടിക. കൂടാതെ അടുത്ത 5 വർഷത്തേക്ക് കൂടി മോദിജി നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് 3 കോടി വീടുകൾ, പാവപ്പെട്ടവർക്ക് അടുത്ത 5 വർഷത്തേക്ക് സൗജന്യ റേഷൻ, 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായ ചികിത്സ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിൽ പ്രകടമായത് രാജ്യത്തിന്റെ സമഗ്രമായ വികസനം മാത്രമല്ല, BJP സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസവും കൂടിയാണ്. അതിനാൽ ഈ വരുന്ന 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വികസിതവും ശക്തവുമായ ഒരു പുതിയ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നിങ്ങളുടെ പ്രദേശത്തുള്ള NDA BJP സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ വേളയിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. നന്ദി.